Good morning. Good morning. Good morning, ma'am. Okay, let's start. എല്ലാവരും റെഡിയാണോ? Yes, ma'am. Yes, ma'am. ഓക്കെ. നമ്മളുടെ സാധാരണ എല്ലാ ദിവസവും എത്ര കുട്ടികൾ വീതം ജോയിൻ ചെയ്യാറുണ്ട്? ഒരു ആവറേജ് ഒന്ന് പറയാമോ? ആരെങ്കിലും ഇത് നോട്ടീസ് ചെയ്തിട്ടുണ്ടോ? 44. എത്രയാ? 44. 44 പ്ലസ്. ഓക്കെ ഓക്കെ ഓക്കെ. ഞാനതൊന്ന് നോക്കാനാണ്. ആവറേജ് എത്ര കുട്ടികള് ദിവസം, അതായത് ഒരു നിയറസ്റ്റ് എത്ര നമ്പർ വരെ കയറാറുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ബിക്കോസ് നമ്മള് കുറച്ചു നേരമൊക്കെ ചിലപ്പോൾ ഒരു 2 മിനിറ്റ് ഒക്കെ അവർക്ക് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്താലും അതുകൊണ്ട് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ എന്തെങ്കിലും ആ സമയത്ത് നമുക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യേണ്ട സമയത്ത് എന്തെങ്കിലും വരുമ്പോ ചിലപ്പോൾ അതിലേക്ക് അങ്ങോട്ട് നീങ്ങിയിട്ടുണ്ടാകും. അപ്പൊ അതുകൊണ്ട് 1-2 മിനിറ്റ് വെയിറ്റ് ചെയ്താലും വി വിൽ എക്സ്പെക്ട് ദാറ്റ് ദേ വിൽ ജോയിൻ. അവര് ജോയിൻ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാലോ. അതിന് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ഇപ്പൊ ഏകദേശം ഒരു 33 ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായിരുന്നു? എന്താ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നേ? കാർഡിയോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. ദാറ്റ് മീൻസ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻടു ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ ഒരു ഹോസ്പിറ്റലിന്റെ പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളിൽ ഒന്നായ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്നും ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതില് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഡിഫറെന്റ് സർവീസസ് ആണ്. പ്രധാനമായിട്ടും അവിടെ ഒ പിയിൽ വരുന്ന ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളാണെന്നാണ് നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് അബൌട്ട് ദ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ്. ഒന്നാമത്തെ നമ്മളൊരു കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് ഓർ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്താണ് നമ്മൾ കണ്ടു. രണ്ടാമത് നമ്മൾ പഠിച്ചത് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ആണ്, വിച്ച് ഈസ് ദ ഡിപ്പാർട്ട്മെന്റ് വിച്ച് ഡീൽസ് വിത്ത് ദ പ്രോബ്ലംസ് ഓഫ് അവർ ഹാർട്ട് ഓർ ബ്ലഡ് സർക്കുലേഷൻ. അല്ലെ, നമ്മുടെ സർക്കുലേഷൻ അല്ലെങ്കിൽ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്, ഹ്യൂമൻ ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് പറഞ്ഞു. പിന്നെ കാർഡിയോളജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ഓൾ ഡിസോർഡേഴ്സ് ആൻഡ് പ്രോബ്ലംസ് ഓഫ് ഹാർട്ട്. ഹാർട്ടിന്റെ പ്രശ്നങ്ങൾ, ഹാർട്ടിന്റെ ഡിസോർഡറുകൾ, അതായത് താളക്രമം തെറ്റി ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഹൃദയത്തിന്റെ ശരിയായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇല്ലാത്തത്, ഇതിനെയൊക്കെ നമുക്ക് കാർഡിയോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഇറ്റ് പ്രൊവൈഡ്സ് ഇൻ പേഷ്യന്റ് ആൻഡ് ഔട്ട് പേഷ്യന്റ് സർവീസസ്. കാർഡിയോളജിയിൽ ഒ പി വിഭാഗവും അതുപോലെ തന്നെ ഐ പി വിഭാഗവും വളരെ സുഗമമായി പ്രവർത്തിക്കുന്നുണ്ട്. നമുക്ക് ഡെയിലി പോയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കാം. ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുള്ളവർക്ക്, ചില ആളുകളെ കുറച്ച് സീരിയസ് ഇഷ്യൂസ് ആണെങ്കിൽ അവരെ അഡ്മിറ്റ് ചെയ്ത് ഹോസ്പിറ്റലൈസ് ചെയ്ത് അവർക്ക് എമൗണ്ട് എന്താ പറയാ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടി വരും. സ്ക്രീൻ കാണുന്നില്ലേ? ഇല്ല മാം, കാണാൻ പറ്റുന്നില്ല. ആർക്കും ഇല്ല മാം. അതെന്താ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടല്ലോ, അതെന്താണാവോ? ആർക്കില്ല എന്നാണോ? ആരെങ്കിലും കാണുന്നുണ്ടോ? ഇല്ല അല്ലേ? ഇല്ല മാം. ഒന്നുകൂടി നോക്കട്ടെ. നോക്കട്ടെ. ഓൾറെഡി പ്രസന്റിംഗ് ആണ്. I don't know what happens. നോക്കാം നമുക്ക് ഒന്നുകൂടി. വായിക്കേ, എന്നിട്ട് ഇങ്ങനെ എഴുതേ. ഇപ്പോഴോ? ഇല്ല മാം, കാണില്ല. ഇല്ല മാം. Oh my God. സിസ്റ്റത്തിൽ എന്തോ പ്രശ്നമുണ്ട്.
കാണാം മാം. മ്യൂട്ടാണ് മാം. ടെക്നീഷ്യൻ ഇല്ലാതെ നമ്മൾ തന്നെ ശരിയാക്കി. അവരൊക്കെ വിളിച്ചു വരുമ്പോ നേരം പോകും, അതുകൊണ്ടാ. ഓക്കെ, ഇപ്പൊ ശരിയായില്ലേ? കാണാമല്ലോ നോട്ട്? കാണാം മാം. ടെക്നീഷ്യനായി. ഓക്കെ, ശരിയാക്കി ഞാൻ തന്നെ. ഓക്കെ, അപ്പൊ നമ്മള് കാർഡിയോളജിയില് ഇൻപേഷ്യന്റ് സർവീസസും അതുപോലെ തന്നെ ഒ പി വിഭാഗവും രണ്ട് രീതിയിലുമുള്ള സർവീസസ് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് വി ഹാവ് സ്റ്റഡീഡ് ദാറ്റ് ദ ബിഗസ്റ്റ് ഏരിയ ഓഫ് ഹാർട്ട് പ്രോബ്ലംസ് ഈസ് കണക്റ്റഡ് ടു ഓർ ലിങ്ക്ഡ് ടു കൊറോണറി ആർട്ടറി ഡിസീസ്. ഒരു നമ്മുടെ ഹ്യൂമൻ ഹാർട്ടിന്റെ ഏറ്റവും ബിഗസ്റ്റ് ഏരിയ കവർ ചെയ്യുന്ന ഒരു രോഗം അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ആണ്, ഒരു ഡിസീസ് ആണ് കൊറോണറി ആർട്ടറി ഡിസീസ്, വിച്ച് ഈസ് ഓൾസോ ഷോർട്ട് ഫോം ആസ് CAD. അതിനെ നമ്മൾ ഷോർട്ട് ആയിട്ട് CAD എന്ന് പറയും. ഈ CADക്ക് ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ആൻജൈന. എന്താണ് ആൻജൈന എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ആൻഡ് ആൻജൈന പോലെയുള്ള അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യുന്നു? ആ ഫയൽ ഓപ്പൺ ആയിട്ടില്ല, ജസ്റ്റ് ആ വിൻഡോസ് മാത്രമേ കാണുന്നുള്ളൂ. ഫയൽ ഓപ്പൺ ആയില്ല? ഇല്ല മാം. ഫയൽ ഓപ്പൺ ആയിട്ടില്ല. പിന്നെ ഓപ്പൺ ആണല്ലോ. എല്ലാവരും ഫയൽസ് ആയിട്ട് ലിസ്റ്റ് ഇട്ടതേ കാണുന്നുള്ളൂ. ശരിയില്ല. H21 വരുമോ? ഇപ്പൊ കാണാം മാം. ഇപ്പൊ കാണുന്നുണ്ട്. യെസ്, ഇപ്പൊ കാണണ്ടല്ലോ അല്ലെ? കാണാം മാം. യെസ്, അപ്പൊ നമ്മളുടെ ആൻജൈന എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു അല്ലെ? ഇറ്റ് ഈസ് ചെസ്റ്റ് പെയിൻ വിച്ച് സ്പ്രെഡ്സ് ടു അവർ ഷോൾഡേഴ്സ് ആൻഡ് ഓൾസോ ടു ദ നെക്ക് അല്ലെ? ഈ കഴുത്തിന്റെ ഭാഗത്തോട്ടും അതുപോലെ തന്നെ കയ്യിലേക്കൊക്കെ ഷോൾഡേഴ്സിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്യുന്ന ഒരു തരം നെഞ്ചുവേദനയാണ്. അത് ആ ഒരു കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് ആഡക്വേറ്റ് ആയിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ഹാർട്ടിലേക്ക് ഇല്ലാത്തത് കൊണ്ടാണ്. അതിനുള്ള കാരണങ്ങൾ നമ്മൾ പറഞ്ഞു. ആ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്ന ആർട്ടറീസിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫാറ്റ്സ്, കൊളസ്ട്രോൾസിന്റെ ഒക്കെ ഫ്ലാറ്റ്സ് വന്ന് ബിൽഡപ്പ് ചെയ്ത് അതിനെ ആ ഫ്ലോയിനെ, ബ്ലഡിന്റെ ഫ്ലോയിനെ എന്ത് ചെയ്യുന്നു? ഹിൻഡർ ചെയ്യും, തടസ്സപ്പെടുത്തും. അപ്പോഴാണ് നമുക്ക് ഈ ഒരു പെയിൻ അനുഭവപ്പെടുക. സോ ഇറ്റ്സ് ബെറ്റർ ടു കൺസൾട്ട് ദ ഡോക്ടർ ഇഫ് യു ആർ ഹാവിംഗ് സച്ച് ചെസ്റ്റ് പെയിൻ. ഇതുപോലെയുള്ള ചെസ്റ്റ് പെയിനുകൾ നമുക്ക് അനുഭവപ്പെടുമ്പോൾ വെറുതെ നെഞ്ചുവേദന മാത്രമല്ല, ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പോകാം. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളൊക്കെ തേടുന്നതിനേക്കാൾ നല്ലത് നമുക്ക് അങ്ങനെ തോന്നുന്നുണ്ട്, അങ്ങനെ നെഞ്ചുവേദന അതിങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നത് പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ചിലരൊക്കെ നെഞ്ചുവേദന വരുമ്പോൾ ഗ്യാസ് പ്രോബ്ലം ആയിരിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഗ്യാസിന്റെ മരുന്നുകളൊക്കെ കഴിച്ചിട്ട് പല കാര്യങ്ങളും സംഭവിച്ചതൊക്കെ നമ്മൾക്കറിയാം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ
it is better to consult the doctors. അല്ലെ? അപ്പൊ അതിനെ ഒക്കെ റിമൂവ് ചെയ്യുന്ന ഒരു ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് പ്രൊസീജിയർ ആണ് കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ആ പ്ലാക്സ് ഒക്കെ റിമൂവ് ചെയ്ത് ബ്ലഡ് ഫ്ലോനെ നല്ല രീതിയിൽ അഡക്വേറ്റ് ആയിട്ട് ബ്ലഡ് ഫ്ലോ ചെയ്യാനുള്ള പാസേജ് ഒക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രൊസീജിയർ ആണ് കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. CABG എന്നതിന്റെ ഷോർട്ട് ഫോം ഉണ്ട്. പിന്നെ മാത്രമല്ല ഡിഫറെന്റ് സർജിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് ഹാർട്ടിന്റെയും ബ്ലഡ് വെസൽസിന്റെയൊക്കെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സർജറീസ്, പല എന്താ പറയാ സർജറി ഒക്കെ വേണ്ടി വരുമ്പോൾ അത് നമ്മളുടെ കാർഡിയോവാസ്കുലർ സർജറിയാണ് അതിനകത്ത് ഡീൽ ചെയ്യുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള സർജറീസ് ഒക്കെ കാർഡിയോവാസ്കുലർ സർജറി എന്ന പേരിൽ അറിയപ്പെടുന്നു. പിന്നെ കൂടാതെ മറ്റു തരത്തിലുള്ള സർജറീസ് ലൈക്ക് വാൽവ് റിപ്പയേഴ്സ്, വാൽവ് റിപ്ലേസ്മെന്റ്, കോൺജനിറ്റൽ ഡിഫക്ട്സ്, ജന്മനയുള്ള ചില ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതുപോലെ വാസ്കുലർ ഓൾസോ ഡീൽസ് വിത്ത് ബ്ലഡ് വെസൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും. നമ്മുടെ ബ്ലഡ് വെസൽസിന് ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും ഈ പറയുന്ന ഫ്ലോ ഓഫ് ബ്ലഡുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ചിലപ്പോൾ സർജറീസ് ഒക്കെ വേണ്ടി വരും ഹാർട്ടുമായി ബന്ധപ്പെട്ട്. അപ്പൊ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സർജറീസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് കാർഡിയാക് സർജറിയിലാണ്. ആൻഡ് ഓൾസോ ഇറ്റ് ഇൻക്ലൂഡ്സ് പേസ് മേക്കർ ഇംപ്ലാന്റേഷൻ. എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ഹാർട്ട് ബീറ്റിന്റെ റേറ്റ് വളരെയധികം കുറഞ്ഞു പോകുന്ന സമയത്ത് ആ കറക്റ്റ് പേസിലേക്ക്, കറക്റ്റ് നമ്പർ ഓഫ് ഹാർട്ട് ബീറ്റിംഗിലേക്ക് എത്തിക്കാൻ വേണ്ടി, നമ്മുടെ ഹൃദയമിടിപ്പിന്റെ ആ ഒരു ഇത് നമുക്കറിയാലോ, അതിന്റെ ആ കൃത്യ സമയത്തിലേക്ക് അല്ലെങ്കിൽ ആ കൃത്യ കൗണ്ടിങ് നമ്പറിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോഴൊക്കെ ചിലർ അങ്ങനെ ഭയങ്കര ഡൗൺ ആയി പോകും. അപ്പൊ അതിനു വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഈ അതിനെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി വരുന്ന ഒരു ചെറിയ ബാറ്ററിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് പേസ് മേക്കർ. ഒരുപാട് പേര് പേസ് മേക്കറിന്റെ ഹെൽപ്പോടെ ഇപ്പോഴും ഉണ്ട്. എന്ന് വെച്ചാൽ അവരുടെ ഹാർട്ട് ബീറ്റ് ഒക്കെ ലോ ആയി പോകുന്നു എന്ന് തോന്നുമ്പോൾ അത് പല പ്രൊസീജിയേഴ്സിലൂടെ അണ്ടർസ്റ്റാൻഡ് ഡോക്ടേഴ്സിന് മനസ്സിലാകും. അപ്പൊ ഈ ഒരു കാര്യം പ്ലാൻ ചെയ്യുക എന്ന് വെച്ചാൽ അത് അവിടെ സ്ഥാപിച്ചാൽ, ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഹാർട്ട് ബീറ്റിന്റെ അളവ് താഴെ പോകുമ്പോൾ ഇതൊരു സിഗ്നൽ കൊടുക്കും. അപ്പൊ ഹാർട്ട് ബീറ്റ് എന്ത് ചെയ്യുന്നു, വീണ്ടും ആ കൃത്യ നമ്പറിലേക്ക്, ആ പേസിലേക്ക് കൃത്യമായിട്ട് ഇടിക്കാൻ തുടങ്ങും. ഓക്കെ, ആൻഡ് ഓൾസോ ബയോകാർഡിയൽ ഇൻഫാക്ഷൻ വിച്ച് ഇസ് നോൺ ആസ് ഹാർട്ട് അറ്റാക്ക്. അതായത് ഹാർട്ട് അറ്റാക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചികിത്സകളും ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു മയോകാർഡിയൽ ഇൻഫാക്ഷൻ, അതിന്റെ മറ്റൊരു പേരാണ് ഹാർട്ട് അറ്റാക്ക് എന്നുള്ളത്. ഹാർട്ട് അറ്റാക്സ് നമ്മളാണ് പറയുക, ഇത് കോമൺ മാൻ. മെഡിക്കൽ ടെർമിനോളജിയിൽ അതിനെ നമ്മൾ ഇങ്ങനെയാണ് വിളിക്കുക, മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്നാണ് പറയുക. ഓക്കെ, ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പറഞ്ഞതാണ്. സോ ദ നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, അടുത്ത ഡിപ്പാർട്ട്മെന്റ് ആണ് അനസ്തേഷ്യോളജി. Anesthesia. Do you know what is anesthesia? Most of the students, those who are joined here is ladies or girls. നമുക്കറിയാം. അപ്പൊ അനസ്തേഷ്യ ഒക്കെ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്. പലതരത്തിലുള്ള അനസ്തേഷ്യയും നമുക്ക് പഠിക്കാനുണ്ട്. സോ ലെറ്റ്സ് ഗോ ത്രൂ വാട്ട് ഈസ് അനസ്തേഷ്യോളജി. അനസ്തേഷ്യോളജി അതായത് ഇത് പല പ്രൊസീജിയേഴ്സ് ഓർ സർജറീസ് ഇഫ് ആർ കണ്ടക്ടഡ് ബൈ ദ ഡോക്ടേഴ്സ്. ഈ സർജറി പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഓപ്പറേഷൻസും ഒക്കെ, മറ്റ് ഓപ്പറേഷൻസ് കൂടാതെ മറ്റ് തുന്നിക്കെട്ടലുകളോ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇങ്ങനെയുള്ളതൊക്കെ കൊടുക്കുമ്പോ ഡോക്ടേഴ്സ് സാധാരണ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. കാരണം ഡയറക്ട്ലി ഈ പ്രൊസീജിയേഴ്സ് വി കനോട്ട് ഡു. ഡോക്ടേഴ്സിന് അത് നേരിട്ട് ചെയ്യാൻ പറ്റില്ല. അനസ്തീഷ്യ പ്രൊവൈഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ചില പ്രൊസീജിയേഴ്സും സർജറീസും ഡോക്ടേഴ്സ് കണ്ടക്ട് ചെയ്യുന്നത്. So in anesthesiology there are 3 different areas. 3 രീതിയിലുള്ള അനസ്തേഷ്യാസ് ആണ് പ്രധാനമായിട്ടും നിലവിലുള്ളത്, which are called general anesthesia, local anesthesia and regional anesthesia. ഇപ്പൊ 3 രീതിയിലുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. എല്ലാ അനസ്തേഷ്യയും ഒരുപോലെയല്ല പ്രൊവൈഡ് ചെയ്യുന്നതും. എല്ലാ അനസ്തേഷ്യയുടെയും എന്താ പറയാ ആഫ്റ്റർ ഇഫക്ട് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഇത് എന്ന് പറയുന്നത്, അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നതും ഒരുപോലെയല്ല. So according to the anesthesia, it takes place different kinds of activities. നോക്കാം, നമുക്ക് ജനറൽ അനസ്തേഷ്യ ആണ് ഫസ്റ്റ് വൺ കൊടുത്തിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത്, ഈ ജനറൽ അനസ്തേഷ്യ എന്ന് പറയുന്നത് ഇറ്റ്സ് ദ മെഡിസിൻ വിച്ച് ഇസ് പ്രൊവൈഡഡ് ത്രൂ IV, അതായത് നമ്മളുടെ IV കാനുല ഈ വെയിനിൽ പ്ലേസ് ചെയ്തിട്ടോ ഓർ ബൈ എ മാസ്ക്, അതായത് ഒരു മാസ്ക് ഫിറ്റ് ചെയ്തിട്ടോ, നമ്മുടെ എന്താ പറയാ വായിന്റെ മൂക്കിന്റെ അവിടെയൊക്കെ ഒരു മാസ്ക് ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് അതിനകത്തേക്ക് മരുന്ന് ഇൻജെക്ട് ചെയ്ത് കൊടുത്തിട്ട് ആ എന്താ പറയാ അതിങ്ങനെ എന്താ പറയാ മാസ്കിലൂടെ നമ്മൾ ഇതൊക്കെ ചെയ്യാറില്ലേ, ചുമയും ശ്വാസതടസ്സമൊക്കെ വരുമ്പോ നമ്മൾ സാധാരണ
ഒരു ഇത് കൊടുക്കാറുണ്ട്, നെബുലൈസ് ചെയ്യാറുണ്ട്. അതിനുവേണ്ടി നമ്മൾ മാസ്ക് വെക്കില്ല. അപ്പൊ അതിനകത്ത് അവരെന്താ ചെയ്യുക, അതിനകത്ത് കിടക്കുന്ന ഒരു ലിക്വിഡ് ഇങ്ങനെ തിളയ്ക്കുന്നത് നമുക്ക് കാണാം, ബോയിൽ ചെയ്യുന്നത് പോലെ. പക്ഷെ ഓൾസോ ദേ പ്രൊവൈഡ് സം മെഡിസിൻ ഇൻ ഇറ്റ്. ആ മെഡിസിനും കൂടി അത് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അത് നമ്മൾ ഇങ്ങനെ ഇൻഹേൽ ചെയ്യുമ്പോഴാണ് നമ്മളുടെ ആ ശ്വാസഗതി നേരെയാകുക, അല്ലെ, ആ ഒരു നോർമൽ സ്റ്റേജിലേക്ക് വരിക. അതൊരു അരമണിക്കൂറൊക്കെ നമുക്ക് അങ്ങനെ തരാറുണ്ട് നെബുലൈസേഷൻ ഒക്കെ. ചുമ കൂടുതൽ നിൽക്കാത്ത ചുമ, അതുപോലെ ശ്വാസ തടസ്സമൊക്കെ വരുമ്പോ. ലൈക്ക് വൈസ് അതുപോലെ തന്നെ ഈ നമ്മളുടെ ജനറൽ അനസ്തീഷ്യം ഇതുപോലെയാ കൊടുക്കുന്നത്. ഒരു മാസ്ക് ഒക്കെ വെച്ചിട്ട് അതിൽ മരുന്ന് ഒഴിച്ചിട്ട് അത് ഇങ്ങനെ ഇൻഹേൽ ചെയ്ത് പേഷ്യന്റ് ബിക്കംസ് അൺകോൺഷ്യസ്. ആ ഒരു അൺകോൺഷ്യസ് ആക്കാൻ വേണ്ടിയിട്ട്, അതായത് അവരുടെ ഒരു നമ്മളുടെ ബോധം നശിക്കുക എന്നുള്ളതിനേക്കാൾ ആ പെയിൻ ഫീലിംഗ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ വലിയ ആഴത്തിൽ മുറിവ് വന്നു, അപ്പൊ അവിടെ സ്റ്റിച്ച് ഇടേണ്ടി വരും. അപ്പൊ നമ്മളുടെ എന്താ പറയാ, പച്ച മനുഷ്യനല്ലേ, അപ്പൊ അങ്ങനെ സ്റ്റിച്ച് ഇടുമ്പോൾ അവർക്ക് ഒത്തിരി പെയിൻ ആണ് ഓൾറെഡി അനുഭവിക്കുന്നത്. അപ്പൊ അതുകൂടി ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. അപ്പൊ അങ്ങനെയൊക്കെ ചില പ്രൊസീജിയേഴ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ they have to make the patient unconscious. So this anesthesia is provided through a mask or IV cannula placed under the vein. വെയിനിൽ കൂടി നമ്മളുടെ IV cannula ഒക്കെ പ്ലേസ് ചെയ്തിട്ട്. What do you mean by IV cannula? കേട്ടിട്ടുണ്ടോ? IV cannula കണ്ടിട്ടുണ്ടോ? നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. ചിലപ്പോ എല്ലാവർക്കും എന്താണെന്ന് പേര് അറിയില്ലായിരിക്കും. നമ്മുടെ ഗ്ലൂക്കോസ് ഒക്കെ കയറ്റുമ്പോ സാധാരണ ഈ സാധനം ഇവിടെ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ചേക്കും. അപ്പൊ ഈ കണ്ടിട്ടുണ്ടോ, പല കളേഴ്സിലൊക്കെ ഒരു ചെറിയ ഒരു സിറിഞ്ചിന്റെ തുമ്പ് പോലെ ഇരിക്കുന്ന ഒരു സാധനമാണ്. അത് ഇവിടെ തന്നെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ എന്താ പറയാ പേസ്റ്റ് ചെയ്ത് വെള്ള ഒരു സാധനം വെച്ചത് ഇളകി പോകാതെ ആ വെയിനിന്റെ അവിടെ തന്നെ കുത്തി വെച്ചേക്കും. കണ്ടോ? അത് പല കളേഴ്സിലുണ്ട്. ലൈറ്റ് ബ്ലൂ കളർ ഉണ്ട്, ഒരു ലൈറ്റ് ഒരു പെയിൽ ഗ്രീൻ കളർ ഉണ്ട്, അതുപോലെ തന്നെ പിങ്ക് കളറിലൊക്കെ. അത് അതിന്റെ സൈസ് അനുസരിച്ചൊക്കെ ഉണ്ട്, ഒരു 3-4 തരത്തിലൊക്കെ ഉണ്ട്. അപ്പൊ ഇത് ഉപയോഗിച്ച് ഈ വെയിനിൽ ഇങ്ങനെ പ്ലേസ് ചെയ്ത് വെച്ചേക്കും. സോ അറ്റ് ഡിഫറെന്റ് ടൈംസ് പെട്ടെന്നൊക്കെ ചിലപ്പോ ആ പേഷ്യന്റിനെ കോൺഷ്യസ് ആക്കണം. അപ്പൊ അൺകോൺഷ്യസ് ആകണമെങ്കിൽ നമുക്ക് ഇതൊക്കെ കൊണ്ടുവന്ന് സൂചിയൊക്കെ കൊണ്ടുവന്ന് കുത്താവുന്നതിനേക്കാൾ എളുപ്പം ഇതിവിടെ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പം അതിൽ കൂടി തന്നെ ഇൻജെക്ട് ചെയ്യാം. അപ്പൊ ഈ ഗ്ലൂക്കോസ് പ്രൊവൈഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഇതുപോലുള്ള ഇൻജെക്ഷൻസ് ഒക്കെ റെഗുലർ ആയിട്ട് കൊടുക്കേണ്ട പേഷ്യൻസിനൊക്കെയാണ് ഇങ്ങനെ IV cannula പ്ലേസ് ചെയ്ത് വെക്കുന്നത്. ഒരു ദിവസത്തിൽ ഒരൊറ്റ ഇൻജെക്ഷൻ മാത്രമേ ഉള്ളൂ, അല്ല ഇനി ഇൻജെക്ഷൻസ് ഒന്നും ഇല്ലെങ്കിൽ ഇതിവിടെ പ്ലേസ് ചെയ്തുകൊണ്ട് വെക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ അങ്ങനെ റെഗുലർ ഇന്റർവെൽസിൽ ഇഫ് ദേ ഹാവ് ടു പ്രൊവൈഡ് സം മെഡിസിൻസ്, ഇതുപോലെയുള്ള ഇടയ്ക്കിടയ്ക്കുള്ള ഇന്റർവെൽസിൽ ചിലപ്പോൾ 2 മണിക്കൂർ ഇടവിട്ടാകാം, അല്ലെങ്കിൽ 2-3 മണിക്കൂർ ഇടവിട്ടാകാം, അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ 3 പ്രാവശ്യം 4 പ്രാവശ്യം ആകാം. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇൻജെക്ട് ചെയ്യണമെങ്കിൽ ഇത് ഇടയ്ക്കിടയ്ക്ക് പോയി കുത്തണ്ടല്ലോ. അപ്പൊ അതിനുവേണ്ടി ഓൾറെഡി അതങ്ങനെ വെച്ചിരിക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെ IV cannulയിലൂടെയോ അല്ലെങ്കിൽ മാസ്കിലൂടെയോ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന തരം അനസ്തേഷ്യയാണ് നമ്മൾ ജനറൽ അനസ്തേഷ്യ എന്ന് വിളിക്കുക. While this anesthesia becomes working, ഇത് വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ the patient becomes unconscious. ആ പേഷ്യന്റിന് ആളുടെ ആ ഒരു എന്താ പറയാ പെയിനും മറ്റുമൊക്കെ എന്താ പറയാ അനുഭവപ്പെടുന്ന ആ കോൺഷ്യസ് മൈൻഡ് അങ്ങോട്ട് പോകും, അൺകോൺഷ്യസ് ആകും. അപ്പോഴാണ് ഡോക്ടേഴ്സിന് അവരുടെ പ്രൊസീജിയേഴ്സോ സർവീസോ ചെയ്യാൻ പറ്റുക. ക്ലിയർ ആയോ? മനസ്സിലായോ? ഇച്ചിരി അസ്വസ്ഥതയുണ്ട് കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ചുമ വരുന്നുണ്ട്, ക്ഷമിക്കണേ. ഓക്കെ, സെക്കൻഡ് വൺ ലോക്കൽ അനസ്തേഷ്യ ആണ്. അപ്പൊ രണ്ടാമത്തേത് ലോക്കൽ അനസ്തേഷ്യ. ഇതും ഇതുപോലെ തന്നെ ഒരു അനസ്തേഷ്യ ആണ്. അനസ്തേഷ്യ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ബ്ലോക്സ് ഓൺലി ദ സെൻസേഷൻ ഓഫ് എ പർട്ടിക്കുലർ ഓർ സ്മോൾ ഏരിയ. ഒരു ചെറിയ ഭാഗം മാത്രം നമുക്ക് എന്താണോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ആ പർട്ടിക്കുലർ ഭാഗത്ത് മാത്രം ആ സെൻസേഷൻ അങ്ങോട്ട് ബ്ലോക്ക് ചെയ്യാം. അവിടുത്തെ ആ എന്താ പറയാ സ്പർശനോ അല്ലെങ്കിൽ എന്തെങ്കിലും വേദനയോ മറ്റോ അനുഭവപ്പെടുന്ന ആ ഭാഗം മാത്രം, അവിടെ മാത്രം നമ്മുടെ സെൻസേഷനെ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലുള്ള അനസ്തേഷ്യയാണ് നമ്മൾ ലോക്കൽ അനസ്തേഷ്യ എന്ന് പറയാം. ഇത് കുറച്ചുകൂടി ക്ലിയർ ആകാൻ ദിസ് ടൈപ്പ് ഓഫ് അനസ്തേഷ്യ ഇസ് മോസ്റ്റ്ലി യൂസ്ഡ് ബൈ ഡെന്റിസ്റ്റ്. അത് പറഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പം മനസ്സിലാകും. ഡെന്റിസ്റ്റുകളാണ് ഇത്തരം ഒരു അനസ്തേഷ്യ കൂടുതലും കൈകാര്യം ചെയ്യുന്നത്. യു സി, നമുക്കറിയാം നമ്മള് പല്ല് എടുക്കാൻ, പല്ലിൽ ഇപ്പൊ ഒരുപാട് പല്ലിന്റെ ഒരുപാട് ട്രീറ്റ്മെന്റുകളൊക്കെ ഇന്ന് കുട്ടികൾ തുടങ്ങിയിട്ടുണ്ട് അല്ലെ, അലൈൻമെന്റ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ ജോ കറക്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പൊ പല്ല് എടുക്കേണ്ടി വരും. ജോ കറക്റ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോ ചില പല്ല് റിമൂവ് ചെയ്യണം അല്ലെ, നമുക്ക് അവിടെ അതിനെ താഴ്ത്തിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്, ടൈറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പല്ല് എണ്ണമൊക്കെ കൂടുതലാണെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റണം. സോ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ മൊത്തം കോൺഷ്യസ് ഒന്നും നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല. ആ പർട്ടിക്കുലർ ഏരിയ എവിടെ നിന്നാണോ നമ്മൾ പല്ലെടുക്കുന്നത് ആ പർട്ടിക്കുലർ ഏരിയയിൽ മാത്രമാണ് ഒരു കുഞ്ഞ് ഇഞ്ചക്ഷൻ ഡോക്ടേഴ്സ് തരുന്നത്. ഹാവ് യു ഫെൽറ്റ് ഇറ്റ്? അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടോ? പല്ലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോയിട്ടില്ലേ? പോയിട്ടുണ്ടോ നിങ്ങള്? ആരുമില്ല? പോയവര്? ഓക്കെ, ഉണ്ട്.
അപ്പൊ ഈ ഡെന്റിസ്റ്റുകൾ ആ പറയുന്ന പർട്ടിക്കുലർ സ്ഥലത്ത് ഒരു ഇഞ്ചക്ഷൻ തരുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? കുഞ്ഞായിട്ട് ഒരു ഇഞ്ചക്ഷൻ. അപ്പൊ നമുക്ക് ആ സ്ഥലമൊക്കെ എന്തോ ഇങ്ങനെ മരവിച്ച പോലെ തോന്നും. കുറച്ചു നേരം അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യിപ്പിക്കും, ഒരു 5-10 മിനിറ്റ് ഒക്കെ അവിടെ വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ടാണ് പിന്നെ നമ്മൾ നെക്സ്റ്റ് വീണ്ടും നമ്മളെ കയറ്റിയിട്ട് ബാക്കി എന്താ പ്രൊസീജിയേഴ്സ് ചെയ്യാന്ന് വെച്ചാൽ ചെയ്യാം. അപ്പൊ ലോക്കൽ അനസ്തേഷ്യ മോസ്റ്റ്ലി അത് കൈകാര്യം ചെയ്യുന്നത് ഡെന്റിസ്റ്റ് ആണ്, ഫോർ കറക്റ്റിംഗ് ദ ജോസ് ഓർ നമ്പറിംഗ് ദ ജോസ്. ജോസിന്റെ ഒക്കെ എണ്ണം ശരിയാക്കാനും അതുപോലെ കറക്റ്റ് ചെയ്യാനും ഒക്കെ ഡെന്റിസ്റ്റുകളാണ് ഈ ഒരു അനസ്തേഷ്യ കൈകാര്യം ചെയ്യുന്നത്. മനസ്സിലായോ? ജനറൽ അനസ്തേഷ്യ പ്രൊവൈഡ് ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ടല്ല. ജനറൽ അനസ്തേഷ്യ കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു പല്ല് കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഡെന്റിസ്റ്റുകൾ ആ അനസ്തേഷ്യ they are not providing, they provide only local anesthesia. ജനറൽ അനസ്തേഷ്യ കൊടുക്കുന്നത് ചിലപ്പോൾ ചില സ്ഥലത്തൊക്കെ വലിയ ഒരു എന്താ പറയുക സർജറി നടത്തണം, അതായത് ഏതെങ്കിലും വയറിന്റെ ഭാഗത്ത്, കാലിന്റെ ഭാഗത്ത്, അങ്ങനെയൊക്കെ ചില എന്താ പറയാ ബോൺസ് ഒക്കെ ശരിയാക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ വലിയൊരു മുറിവുണ്ടായി എവിടെന്നെങ്കിലൊക്കെ വീണിട്ട് അപ്പൊ അതൊക്കെ തുന്നി കൂട്ടണം, അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ജനറൽ അനസ്തേഷ്യാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഗോട്ട് ഇറ്റ്? രണ്ടെണ്ണം മനസ്സിലായോ? എനി ഡൗട്ട്സ്? ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ലല്ലോ? ഓക്കെ. Then the third type of anesthesia is regional anesthesia. മൂന്നാമത്തെ തരം അനസ്തേഷ്യ എന്താണ്? റീജിയണൽ അനസ്തേഷ്യ. ഇതിന്റെ പ്രത്യേകത എന്താ? This anesthesia is a particular type of anesthesia which numbs the portion of our body. നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തെ മുഴുവൻ നമ്പ് ചെയ്യിപ്പിക്കാൻ, നമ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? മരവിപ്പിക്കുക. ഒരു ശരീരഭാഗം മുഴുവനും മരവിപ്പിച്ച് കളയുന്ന രീതിയിലുള്ള അനസ്തേഷ്യ. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾക്ക് സ്ത്രീകൾ അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അവര് കൂടുതൽ പേരൊക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പൊ നിങ്ങൾക്കറിയാം ഈ ഒരു അനസ്തേഷ്യ പ്രൊവൈഡ് ചെയ്യുന്നത് സിസേറിയൻ പോലെയുള്ള സെക്ഷൻസിലാണ്, അതായത് സിസേറിയൻ പോലെയുള്ള ഓപ്പറേഷൻസിനാണ് ഈ ഒരു അനസ്തേഷ്യ കൂടുതലും പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് കാരണം എന്ന് വെച്ചാൽ ഈ അനസ്തേഷ്യക്ക് എന്താ പറയാ നമ്മുടെ വയറൊക്കെ ഇങ്ങനെ കീറി അല്ലെ, ഓപ്പൺ സർജറീസ് ഒക്കെ നടത്തി കുഞ്ഞിനെയൊക്കെ പുറത്തെടുക്കാൻ വേണ്ടി ഒരു വലിയ അനസ്തേഷ്യ എന്താ പറയാ ഓപ്പറേഷൻ ആണ്, സർജറിയാണ്. അപ്പൊ നമുക്ക് ഏതെങ്കിലും ശരീരത്തിന്റെ ഒരു ഭാഗം മാത്രമൊക്കെ എന്ത് ചെയ്താൽ എന്താ പറയാ മരവിപ്പിച്ചാൽ പോരാ. ഒരു പോർഷൻ ഓഫ് ദ ബോഡി, അതായത് ഈ വയറിന്റെ ഭാഗം തുടങ്ങി താഴോട്ടേക്ക് അങ്ങോട്ട് മുഴുവൻ നമുക്ക് മരവിപ്പിക്കുന്നു. അപ്പോ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്തൊക്കെയോ അവിടെ നടക്കുന്നതായിട്ട്, പക്ഷെ ആക്ച്വലി അവിടെ വേദനയോ മറ്റു കാര്യങ്ങളോ നമുക്ക് അനുഭവപ്പെടുന്നില്ല. അപ്പൊ സിസേറിയൻസ് ആണ് ഇതിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾസ്. റീജിയണൽ അനസ്തേഷ്യ പ്രൊവൈഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ സിസേറിയൻ ആണ്. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ഒന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. ലോക്കൽ അനസ്തേഷ്യ ഡെന്റിസ്റ്റ് ആണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരാണ് കൈകാര്യം ചെയ്യുക അത്തരം അനസ്തേഷ്യ. ആൻഡ് സിസേറിയൻ സെക്ഷൻസിലാണ് കൂടുതലും എന്ത് ചെയ്യുന്നത്? റീജിയണൽ അനസ്തേഷ്യ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് കാര്യം. ആൻഡ് ഡ്യൂറിംഗ് ദ സർജറി ഈ അനസ്തേഷ്യോളജിസ്റ്റ് ദോസ് ഹു ആർ പ്രൊവൈഡിംഗ് ദ അനസ്തേഷ്യ, ഈ അനസ്തേഷ്യ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് സിസേറിയൻ പോലെയുള്ള സർജറീസ് നടത്തുന്നതിന് മുമ്പ് അവര് പേഷ്യൻസിന്റെ they have to monitor the patient's blood pressure, BP നോക്കണം, ചെക്ക് ചെയ്യണം, മോണിറ്റർ ചെയ്യണം. എങ്ങനെയുണ്ട്, BP കൂടുതലാണോ കുറവാണോ, അല്ലെങ്കിൽ ആവറേജ് ലെവലാണോ, കുറവാണെങ്കിലും തീരെ കുറവാണെങ്കിലും തീരെ കൂടുതലാണെങ്കിലും they cannot perform the surgery, പെർഫോം ചെയ്യാൻ പറ്റില്ല. അതിന് വേണ്ട പ്രിക്കോഷൻസ് സ്റ്റെപ്സ് ഒക്കെ എടുത്തിട്ട് ശേഷം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അതുപോലെ തന്നെ ഹാർട്ട് റിതം, ഹാർട്ട് ബീറ്റ് ഒക്കെ എങ്ങനെയുണ്ട്, ടെമ്പറേച്ചർ ലെവൽ എങ്ങനെയാണ്, അത് ആളുടെ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് എത്രത്തോളം ബോധാവസ്ഥയുണ്ട് എന്ന് വെച്ചാൽ ബോധം പോയിട്ടില്ല അല്ലെങ്കിൽ ആളത് ഫീൽ ചെയ്യുന്നില്ല എന്നായി കഴിഞ്ഞാൽ നടത്താൻ പാടില്ല. കാരണം അത് ആൾക്ക് ആ വേദനയോ മറ്റു കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യണ്ടോ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. എന്നിട്ട് മാത്രമാണ്, അത് പോയിട്ടില്ല അല്ലെങ്കിൽ അത് ആൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതൊരു ചെറിയ ഓപ്പറേഷൻ അല്ല സിസേറിയൻ എന്ന് പറയുന്നത്, കുറച്ച് വലുതാണ്. അപ്പൊ അത് ആൾക്ക് ഭയങ്കരമായിട്ട് പെയിൻഫുൾ ആയിരിക്കും, അതിൻ്റെതായ ഇഫക്റ്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ amount of oxygen in blood, all these things have to be monitored before making the surgery by the anesthesiologist. അപ്പൊ സർജറി നടത്തുന്നതിന് മുമ്പ് ഈ അനസ്തേഷ്യ ഒക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഈ പേഷ്യൻസിന്റെ ഇത്തരം കാര്യങ്ങൾ കൂടി വളരെ കൃത്യമായിട്ട് നോട്ടീസ് ചെയ്ത് അത് നോട്ട് ചെയ്ത് വെക്കണം. ഇത്രയൊക്കെയാണ്, ഹാർട്ട് ബീറ്റ് ഓക്കെ ആണോ, BP എങ്ങനെയാണ്, ആ ലെവലൊക്കെ കൃത്യമായിട്ട് കണ്ടുപിടിച്ച് അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. അത് കൂടിയോ കുറഞ്ഞോ ഒക്കെ പോയി കഴിഞ്ഞാൽ അത് പേഷ്യന്റിനെ വളരെ അഡ്വേഴ്സ് ആയിട്ട് അഫക്ട് ചെയ്യും, അത് മോശമായിട്ട് ബാധിക്കും, അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലേക്ക് ലീഡ് ചെയ്യും. ഓക്കെ. അപ്പൊ ഇതാണ് 3 types ഓഫ് അനസ്തേഷ്യ. അനസ്തേഷ്യോളജി എന്താ പറയാ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് പ്രധാനമായിട്ട് ഈ 3 ഏരിയാസിലാണ്. ദാറ്റ് ഈസ് ലോക്കൽ അനസ്തേഷ്യ, ജനറൽ അനസ്തേഷ്യ ആൻഡ് റീജിയണൽ അനസ്തേഷ്യ. ക്ലിയർ ആയോ? 3 മനസ്സിലായോ?
അനസ്തേഷ്യോളജിയിലും പർട്ടിക്കുലർലി നമുക്ക് അണ്ടർലൈൻ ചെയ്യാൻ വേറെ ഒന്നുമില്ല, ബിക്കോസ് ഇത് ഫുള്ളും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ സിമ്പിൾ ആണ്, പഠിക്കാൻ എളുപ്പമല്ലേ? ഡിപ്പാർട്ട്മെന്റ് ഒക്കെ പഠിക്കാൻ എളുപ്പമല്ലേ? കാരണം എന്താ, നമുക്കത് വി ആർ ഈഗർ ടു നോ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ്. ഓരോ ഡിപ്പാർട്ട്മെന്റിലും എന്തൊക്കെയാ നടക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് അറിയാൻ നമുക്ക് വളരെ ആകാംക്ഷ ഉണ്ടല്ലോ. അപ്പൊ തീർച്ചയായിട്ടും അത് എളുപ്പമായിരിക്കും. ആകാംക്ഷയോടുകൂടി പഠിക്കുമ്പോൾ വളരെ ഈസി ആയിരിക്കും. കഷ്ടപ്പെട്ട് പഠിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാം, ബുദ്ധിമുട്ടായിട്ട് തോന്നുക. അടുത്ത ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞോട്ടെ? പറഞ്ഞോട്ടെ? ഓക്കെ, പറയാം. നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് ഓർ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് മറ്റൊരു പേരാണ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്. വീണ്ടും മറ്റൊരു പേരുണ്ട് ഇന്റൻസീവ് ട്രീറ്റ്മെന്റ് യൂണിറ്റ്. ഇങ്ങനെ 2-3 പേരിലാണ് നമ്മളുടെ CCU, ICU, ITU എന്നൊക്കെ നമുക്ക് ഇതിന് പേരുണ്ട് കേട്ടോ. എല്ലാം ഒന്ന് തന്നെയാണ്. ഇന്റൻസീവ് കെയർ യൂണിറ്റ്. what do you mean by this ഡിപ്പാർട്ട്മെന്റ്? എന്താണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പ്രത്യേകത? Here, in this department, those who have to be given care with acute life-threatening illness. അതായത് വളരെ ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള ഇൽനെസ്, അതായത് ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്, അതായത് വളരെ ജീവന് ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ചില ആളുകള്, അങ്ങനെയുള്ള പേഷ്യൻസിനെ കൂടുതൽ കെയർ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്. എന്ന് വെച്ചാൽ അവർക്ക് സ്പെഷ്യൽ കെയർ ആണ്. മറ്റ് എന്താ പറയാ, നമ്മളുടെ വാർഡിലോ അല്ലെങ്കിൽ റൂംസിലോ ഒക്കെ കിടത്തിരിക്കുന്ന പേഷ്യൻസിനേക്കാൾ ഉപരി അവിടെയൊക്കെ ചിലപ്പോ ഒക്കെ ഡോക്ടേഴ്സ് റൗണ്ടിങ്ങിന് അവരുടെ പ്രത്യേക ടൈമിങ്ങിൽ മാത്രമേ പോകുള്ളൂ. പക്ഷേ ഇന്റൻസീവ് കെയർ യൂണിറ്റ്സിൽ അവിടെ കൂടുതൽ ഇന്റൻസ് കെയർ ആണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷെ എന്താ പറയാ, കുറച്ചും കൂടി അടുത്ത് ഉള്ള കെയറിങ് ആണ് അവിടെ. അതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള നഴ്സസും അതുപോലെ തന്നെ പർട്ടിക്കുലർ ആയിട്ടുള്ള ഓരോ ഡിപ്പാർട്ട്മെന്റിൽ അനുസരിച്ചുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പേഷ്യൻസും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിന് മറ്റു പേരുകളൊക്കെ ഓർക്കണം, മറക്കരുത്. ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്, ഇന്റൻസീവ് കെയർ യൂണിറ്റ്, ഇന്റൻസീവ് ട്രീറ്റ്മെന്റ് യൂണിറ്റ് എന്നൊക്കെ പേരുണ്ട് കേട്ടോ. സോ ഈ പേഷ്യൻസിന് എന്താ പറയാ, ഈ ICUല് മിക്കവാറും പേഷ്യൻസ് ആർ transferred to the ICU from any other emergency room or operation theatre or recovery room. പേഷ്യന്റിനെ നമ്മൾ സാധാരണയായിട്ട് സ്വാഭാവികമായിട്ട് ചില പേഷ്യൻസിനെയൊക്കെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നേരിട്ട് കൊണ്ടുവരാം, അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിലെ അവിടെ നിന്ന് നേരിട്ട് കൊണ്ടുവരുന്നവരായിരിക്കാം. അങ്ങനെയുള്ള പേഷ്യൻസിനെയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും റിക്കവറി റൂമിൽ നിന്ന് കൊണ്ടുവരുന്നവരായിരിക്കാം. അങ്ങനെയുള്ളവരെയൊക്കെയാണ് ഈ ഒരു ICUലേക്ക് പ്രവേശിപ്പിക്കുക. അല്ലാതെ നേരിട്ട് ഓടിച്ചെന്ന് പേഷ്യൻസിനെ ICUലേക്ക് കൊണ്ടുപോകുന്നില്ല. അതായത് കുറച്ച് ക്രിട്ടിക്കൽ സ്റ്റേജിൽ അവർക്ക് കുറച്ചും കൂടി അടുത്ത് ഉള്ള ഒരു എന്താ പറയാ ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ട്. മെഡിക്കൽ അറ്റൻഷൻ അവർക്ക് കുറച്ച് അധികം ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് അത്തരം പേഷ്യൻസിന് അത്തരം ഒരു സെപ്പറേറ്റ് റൂം വിച്ച് ഈസ് കോൾഡ് ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന പേരിൽ കൊണ്ടുപോകുന്നത്. ആൻഡ് ഫ്രം ദിസ് ഓൾസോ, ഈ ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ നിന്നും അപ്പാർട്ട് ഫ്രം ദിസ് സം പേഷ്യൻസ് ഹാവ് ടു ബി ഐസൊലേറ്റഡ്. ചില പേഷ്യൻസിനെ എന്ത് ചെയ്യേണ്ടി വരും, ഒറ്റപ്പെട്ട മുറിയിലേക്ക് കൂടി മാറ്റേണ്ടി വരും. ഇന്റൻസീവ് കെയർ യൂണിറ്റ് ആണ് ഏറ്റവും എന്താ പറയാ നല്ല രീതിയിലുള്ള അറ്റൻഷൻ കിട്ടുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് പേഷ്യൻസിന്. പക്ഷെ കൂടാതെ ചിലപ്പോൾ ചില പേഷ്യൻസിന് അതിനേക്കാൾ മോശം അവസ്ഥയിലേക്ക് പോയാൽ അത്തരം പേഷ്യൻസിന് ചിലപ്പോൾ എന്തെങ്കിലും എന്താ പറയാ സ്പ്രെഡിങ് ആയിട്ടുള്ള ഡിസീസോ അതുപോലെ തന്നെ കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉള്ള പേഷ്യൻസ് ഉണ്ടെങ്കിൽ അവരെ ഒറ്റപ്പെട്ട ഒരു മുറിയിലൊക്കെ കൂടുതൽ കെയർ കൊടുക്കാൻ വേണ്ടി ഒരു എന്താ പറയാ ഐസൊലേറ്റഡ് റൂമിലേക്കും ഒക്കെ മാറ്റേണ്ടി വരും. ദാറ്റ് മീൻസ് ദേ നീഡ് ക്ലോസ് ആൻഡ് ഓൾസോ ഇൻഡിവിജ്വൽ അറ്റൻഷൻ. ആ പേഷ്യന്റിന് വളരെ എന്താ പറയാ അടുത്തതും അതുപോലെ തന്നെ എന്താ പറയാ വ്യക്തിപരമായിട്ടുള്ള ഒരു മെഡിക്കൽ അറ്റൻഷൻ അത്തരം പേഷ്യൻസിന് വേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഐസൊലേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ആൻഡ് ലൈക്ക് any other patient wards or patient rooms, പേഷ്യന്റിന്റെ റൂമുകൾ പോലെ അതുപോലെ തന്നെ പേഷ്യന്റിന്റെ വാർഡുകൾ, ഇപ്പൊ മെറ്റേണിറ്റി വാർഡ് ഉണ്ട്, ലേബർ റൂംസ് ഉണ്ട്, സോറി നമ്മളുടെ പേഷ്യൻസിന്റെ വാർഡുകളുണ്ട്. ഇങ്ങനെയുള്ള വാർഡുകളിലൊക്കെ ഒരുപാട് ബെഡൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ നമ്മളുടെ ICUല് there will be only limited number of beds. വളരെ കുറഞ്ഞ number of beds മാത്രമേ ICUല് ഉണ്ടായിരിക്കുള്ളൂ. And usually this department or ICU is handled by specialized doctors. ചില ഏതൊക്കെ എന്താ പറയാ രോഗങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളാണ് അവിടെ കിടക്കുന്നത് എന്ന് വെച്ചിട്ട് അതിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സും നഴ്സസും, പിന്നെ മാത്രമല്ല അനസ്തെറ്റിക്സ്. ചിലപ്പോൾ ചില പേഷ്യൻസിന് പെട്ടെന്നൊക്കെ ഓപ്പറേഷൻസോ സർജറീസ് ഒക്കെ എന്തെങ്കിലുമൊക്കെ വേണ്ടി വരും. ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ പെട്ടെന്ന് അനസ്തേഷ്യ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും.
ജനറൽ അനസ്തേഷ്യോ അല്ലെങ്കിൽ മറ്റേ റീജിയണൽ അനസ്തേഷ്യോ ഒക്കെ ചിലപ്പോൾ പെട്ടെന്ന് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് അനസ്തെറ്റിക്സും അതുപോലെ ഫിസിയോതെറാപ്പിസ്, ചില എക്സസൈസോ അല്ല ഹീറ്റിംഗ് തെറാപ്പിയോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫിസിയോതെറാപ്പിസ്. ആൻഡ് ഓൾസോ വാട്ട് ഫുഡ് ഷുഡ് ബി ഗിവൺ ടു ദ പേഷ്യൻസ്. അവിടെ കിടക്കുന്ന പേഷ്യൻസിന് ഏത് ടൈപ്പ് ഓഫ് ഫുഡ് കൊടുക്കണം. മിക്കവാറും ഐസിയുവിൽ കിടക്കുന്നവർക്കൊക്കെ ലിക്വിഡ് ഫുഡ് ആയിരിക്കും കൊടുക്കുക അല്ലെ. നമ്മൾ ഐസിയുവിന്റെ ഭാഗത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ നഴ്സസ് ഇടയ്ക്ക് വന്നിട്ട് പറയും ഇന്ന പേഷ്യന്റിന്റെ ആളുണ്ടോ, ഒരു ഗ്ലാസ് പാല് വാങ്ങിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഇത്തിരി ഫുഡ് ഇങ്ങനെ മിക്സിലിട്ട് അടിച്ചിട്ട് കൊണ്ടുപോവാ, അങ്ങനെയൊക്കെ കേട്ടെങ്കിൽ നമ്മള് അങ്ങനത്തെ ഫുഡ് ആയിരിക്കും. അപ്പൊ ഡയറ്റീഷ്യൻ ആണ് ആ ഒരു ഫുഡ് എന്ത് കൊടുക്കണം ആ പേഷ്യന്റിന് എന്നുള്ളത് നിശ്ചയിക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഡയറ്റീഷ്യൻസ് ഓൾസോ വിൽ ബി ദർ. അപ്പൊ ഈ ഡിപ്പാർട്ട്മെന്റിൽ ഇത്രയും ആളുകൾ ഏകദേശം ആ ഒരു ഐസിയുവിൽ ഉണ്ടായിരിക്കണം. ആരൊക്കെയാണ്? സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സ്, നഴ്സസ്, അനസ്തെറ്റിക്സ്, ഫിസിയോതെറാപ്പീസ് ആൻഡ് ഓൾസോ ഡയറ്റീഷ്യൻ. ഇവരെല്ലാവരും കൂടിയാണ് ICU എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നത്. ക്ലിയർ? എനി ഡൗട്ട്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ. വെന്റിലേറ്റർ ഇതാണോ? വെന്റിലേറ്ററോ? ആ ഓക്കെ, യെസ്, ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ പറയുന്നത് അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, സോ അണ്ടർലൈൻ ചെയ്യാട്ടോ ഞാൻ പറയുന്ന സെന്റൻസ്. നമ്മളുടെ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. ഞാനിവിടെ സെലക്ട് ചെയ്യാം, അപ്പൊ നിങ്ങൾ അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം. ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് ഈസ് എ സ്പെഷ്യാലിറ്റി ദാറ്റ് കെയർസ് ഫോർ പേഷ്യൻസ് വിത്ത് അക്യൂട്ട് ലൈഫ് ത്രെട്ടനിങ് ഇൽനെസ് എന്നുള്ളതും, പിന്നെ അതിന്റെ ആ 3 പേര് മറക്കണ്ട കേട്ടോ. ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്, ഇന്റൻസീവ് കെയർ യൂണിറ്റ്, ഇന്റൻസീവ് ട്രീറ്റ്മെന്റ് യൂണിറ്റ് കേട്ടോ. ആ 3 പേര് അത് അങ്ങനെ പഠിച്ചാൽ മതി. പിന്നെ അടുത്തത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ടത്, patients are usually transferred to ICU after initial stabilization at the emergency room. എമർജൻസി റൂമിലെ ട്രീറ്റ്മെന്റിന് ശേഷമായിരിക്കാം, അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ റിക്കവറി റൂമിൽ നിന്നായിരിക്കാം സാധാരണ ICUലേക്ക് പേഷ്യൻസിനെ കൊണ്ടുവരുന്നത്. അതാണ് അതിന്റെ മീനിങ്. ഇനി ആർക്കേത് മീനിങ് സെന്റൻസ് വൈസ് മനസ്സിലാവുന്നുണ്ടെങ്കിൽ പറഞ്ഞത് മാത്രം, ഇതൊക്കെ ഇടയിൽ പറഞ്ഞു പോയതാണ്. പിന്നെ ICUവിൽ ഒരു വളരെ കുറച്ച് ഫ്യൂ ബെഡ്സ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ആ സെന്റൻസും അണ്ടർലൈൻ ചെയ്യണം. അതിനകത്ത് ആരൊക്കെയാണ് ആ ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളത് ആ സെന്റൻസ് ഫുള്ളും ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. അണ്ടർലൈൻ ചെയ്തോ? അടുത്ത ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞോട്ടെ. അറിയാലോ, അടുത്ത ഡിപ്പാർട്ട്മെന്റ് ആണ് ഡെർമറ്റോളജി ഡിപ്പാർട്ട്മെന്റ്. എന്താണ് ഡെർമറ്റോളജി? നമ്മൾ ഒരു ചെറിയ ഫ്രേസ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. ഫ്രം ദ ടേബിൾ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഒരു ടേബിളിൽ നോക്കിയിട്ട് നമ്മൾ പറഞ്ഞപ്പോ അവിടെ നമ്മൾ മെൻഷൻ ചെയ്ത് പോയതാണ് ഡെർമറ്റോളജി ഡിപ്പാർട്ട്മെന്റ്. യെസ്, ഇറ്റ് റിലേറ്റ്സ് ടു ദ ട്രീറ്റ്മെന്റ് ഓഫ് സ്കിൻ, ഹെയർ അല്ലെ, ആൻഡ് ഓൾസോ നെയിൽ പ്രോബ്ലംസ്. നമ്മുടെ ത്വക്ക്, അതുപോലെ തന്നെ എന്താ പറയാ നമ്മുടെ ഹെയർ, അതുപോലെ തന്നെ നമ്മുടെ നെയിൽസ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേകം ഡിപ്പാർട്ട്മെന്റ് ആണ് ഡെർമറ്റോളജി. ഇറ്റ് ഈസ് ദ സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ദ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ഡിസീസസ് ഓഫ് സ്കിൻ, ഹെയർ, നെയിൽസ്. ഓക്കെ, നമ്മുടെ സ്കിന്ന്, ഹെയർ, നെയിൽസുമായി ബന്ധപ്പെട്ടുള്ള രോഗങ്ങൾക്കുള്ള സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ആൻഡ് ഇവിടെ എന്താ നമ്മുടെ ഡിസോർഡേഴ്സ് ഓഫ് സ്കിന്നിന് ഉണ്ടാകുന്ന പലതരത്തിലുള്ള ഡിസോർഡേഴ്സ് എന്ന് വെച്ചാൽ കളർ മാറ്റം അല്ലെ, ചൊറിച്ചില്, അതുപോലെ ഹെയറിന് ഉണ്ടാകുന്ന ഡിഫറെന്റ് പ്രോബ്ലംസ്, മുടി കൊഴിച്ചിലാകാം, മുടി എന്താ പറയാ മുടി കൊഴിച്ചിലും, പിന്നെന്താ ചില സ്ഥലത്ത് നിന്നൊക്കെ ഇങ്ങനെ പാച്ചസ് പോലെയൊക്കെ ചിലൊരു ഇതുപോലെ വരുന്നുണ്ട്. പാച്ചസ് ആയിട്ട് ചില സ്ഥലത്ത് നിന്ന് മുടി പോവുക, ഒരുമിച്ച് പൊഴിയിലല്ല, ഒരു പാച്ച് പോലെ ഇങ്ങനെ വട്ടത്തിലൊക്കെ കൊഴിഞ്ഞു പോകുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ
ഇത് നമ്മുടെ നെയിൽ പ്രോബ്ലംസ് ആൻഡ് ഓൾസോ വെനേറിയൽ ഡിസീസസ്, അതായത് നമ്മുടെ എന്താ പറയാ ലൈംഗികപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഉണ്ടാകാവുന്ന ചില ഡിസീസസ്, അതിന്റെ എന്താ പറയാ ആഫ്റ്റർ ഇഫക്ട് കൊണ്ടുണ്ടാകുന്ന ചില ഡിസീസസും, അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോസ്മെറ്റിക് ഡിസീസസ്, അതായത് നമ്മൾ പലതരത്തിലുള്ള കോസ്മെറ്റിക് എന്താ പറയാ പ്രോഡക്ട്സ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഫേസസിലൊക്കെ പല പല ക്രീമുകളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ മാറി മാറി ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഹെയർസിലായാലും പല ഷാംപൂസ് ഒക്കെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഷാംപൂസ് പുതിയത് മാർക്കറ്റിൽ വരുമ്പോൾ നല്ല നല്ല പരസ്യമൊക്കെ ഉണ്ട്. നമ്മൾ അതിന്റെ ഇതിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ലയിച്ച് നമ്മൾ അതൊക്കെ ചേഞ്ച് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പല പ്രോബ്ലംസ്. അപ്പൊ കോസ്മെറ്റിക് ഡെർമറ്റോളജി എല്ലാ സർവീസസും നമ്മളുടെ ഡെർമറ്റോളജി ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇറ്റ് പ്രൊവൈഡ്സ് ട്രീറ്റ്മെന്റ്സ് ലൈക്ക് ആക്നെ, മുഖക്കുരു, പിന്നെ അതുപോലെ തന്നെ സ്കാർസ്, എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാകുന്ന പാടുകൾ, അടയാളങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ പണ്ടൊക്കെ എങ്ങാനും മറിഞ്ഞു വീണിട്ട് പൊട്ടിയിട്ടൊക്കെ ആ പാടുകളൊക്കെ അവിടെ എങ്ങനെയെങ്കിലും കിടക്കും. കുറെ കഴിയുമ്പോഴേക്കും നമ്മളുടെ സൗന്ദര്യത്തെ കുറിച്ചുള്ള ബോധമൊക്കെ വരുമ്പോ നമുക്ക് അതൊക്കെ മായ്ച്ചു കളയണം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പിഗ്മെന്റേഷൻ അല്ലെ, കരുവാളിപ്പ്, അതാണ് പിഗ്മെന്റേഷൻ. വെച്ചിലേക്കും പാണ്ട് രോഗമാണ് പലതരത്തിലുള്ള, അങ്ങനെയും ഇപ്പൊ സ്കിൻ ഡിസീസസ് ഒരുപാട് പേർക്കൊക്കെ വരുന്നുണ്ട്. ഹെയർ ലോസ്, ഹെയർ ഫോള്, അതുപോലെ തന്നെ അൺവാണ്ടഡ് ഹെയർ, നമ്മൾക്ക് ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന രോമവളർച്ച. പിന്നെ മോൾസ്, ഇത് മറുക് അല്ലെ, മറുക്, അതുപോലെ വാട്സ്, അരിമ്പാറ, റിംഗ്ലിംഗ് സ്കിൻ, അതായത് നമ്മുടെ സ്കിന്നൊക്കെ ഇങ്ങനെ ചുളിവുകള്. ഇപ്പൊ ഓൾഡ് ഏജ് കൊണ്ട് മാത്രമല്ലാതെയും ചിലപ്പോഴൊക്കെ ചില ആളുകളുടെയൊക്കെ സ്കിൻ ഇങ്ങനെ ചുളുങ്ങി ഇരിക്കും. അപ്പൊ സ്കിന്നിന് അതെന്തെങ്കിലുമൊക്കെ അഭാവം കൊണ്ടായിരിക്കാം, എന്തെങ്കിലുമൊക്കെ ഡെഫിഷ്യൻസി കൊണ്ടാകാം. സോ ഇറ്റ് വിൽ ബി ട്രീറ്റഡ് ഇൻ ഡെർമറ്റോളജി ആൻഡ് ഓൾസോ ഏജിങ് സ്കിൻ. ഇന്ന് പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറയുന്നത് ആളുകൾക്ക് എപ്പോഴും യങ് ആയിട്ടിരിക്കാനാണ് ആഗ്രഹം. അപ്പൊ ഏജിങ് ആയിട്ടുള്ള സമയത്ത് അവരുടെ ഏജ്ഡ് ആണെങ്കിലും അവരുടെ സ്കിന്നൊക്കെ നമുക്ക് എന്താ പറയാ, അത് യൗവനമൊക്കെ നിലനിർത്തുന്ന രീതിയിൽ ആ രീതിയിലേക്ക് കൊണ്ടുവരുന്ന തരത്തിലുള്ള ട്രീറ്റ്മെന്റുകൾ അതും നമ്മുടെ ഡെർമറ്റോളജി ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Okay, so these are the services provided by dermatology department. ഒരുപാട് വൈഡ് റേഞ്ച് ഓഫ് എന്താ പറയാ ട്രീറ്റ്മെന്റുകളാണ് ഡെർമറ്റോളജിയിലുള്ളത്. നമ്മള് സാധാരണ കേട്ടിരിക്കുന്നത് പോലെ ഓൺലി സ്കിൻ ഡിസീസസ് ഒക്കെയാണ് പണ്ട് അല്ലെ, ത്വക്ക് രോഗ വിദഗ്ധൻ അല്ലെ, ഡെർമറ്റോളജിസ്റ്റ് എന്നൊക്കെയാണ് കേട്ടിരിക്കുന്നത്. അപ്പൊ ഇതിനകത്തെ പേരിൽ തന്നെ എന്താ പറയാ നമ്മുടെ ത്വക്ക് സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. പക്ഷെ ഇന്ന് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെനി പ്രോബ്ലംസ് ആർ സോൾവ് ഹിയർ. ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളെയും ഇന്ന് പരിഹരിക്കപ്പെടുന്നത് മനുഷ്യന്മാരിൽ ഇന്ന് കൂടുതൽ കണ്ടുവരുന്ന ഇത്തരം രോഗങ്ങളുണ്ട്. മുഖക്കുരു കൊണ്ടുണ്ടാകുന്ന പാട്, കരുവാളിപ്പ്, അല്ലാതെ ഉണ്ടാകുന്ന എന്താ പറയാ ഈ വിച്ചിലൊക്കെ നമ്മളുടെ പാണ്ട് രോഗം, ഹെയറുമായി ബന്ധപ്പെട്ട ഒരുപാട് ഇഷ്യൂസ്, ഇതൊക്കെ ഇന്ന് ഫേസ് ചെയ്യുന്ന ആളുകൾ. സോ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഡെർമറ്റോളജി ഡിപ്പാർട്ട്മെന്റിൽ ഒരു എന്താ പറയാ നല്ലൊരു ഡിമാൻഡഡ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ് ഇന്ന് പല ഹോസ്പിറ്റൽസ് മാത്രമല്ല പുറത്തും ഡെർമറ്റോളജി എന്ന് പറയുന്ന ഒരു എന്താ പറയാ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഡോക്ടേഴ്സ് ക്ലിനിക്സിലും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് കാരണം ഇന്ന് ഒരുപാട് ആളുകൾ അങ്ങനത്തെ കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഈ പറയുന്ന ഓരോ ക്ലിനിക്കുകളും ഇതുപോലെ തന്നെ പുതിയത് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വരുന്നത്. ക്ലിയർ ആയോ? വായിച്ചു നോക്കുക. എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾക്ക് ഏതെങ്കിലും ഇതിന്റെ അർത്ഥം വേണമെങ്കിൽ ഞാൻ പറയാം. ആക്നെ മുഖക്കുരുവാണ്, അറിയില്ലാത്തവർ വേണമെങ്കിൽ ഒന്ന് അവിടെ എഴുതി വെച്ചോ. ആക്നെ മുഖക്കുരു. സ്കാർ, SCARS, സ്കാർസ്, പാട്. പാണ്ടല്ല, പാട്. അത് പാടുകൾ ഇങ്ങനെ മുറിവിന്റെയോ ചെറുതിന്റെയൊക്കെ പാട്. പിഗ്മെന്റേഷൻ, കരുവാളിപ്പ്. ചില ആളുകളുടെ ഫേസിൽ എന്താ പറയാ കണ്ണിന്റെ താഴെയും അതുപോലെ തന്നെ ഈ കവിളത്തൊക്കെ ഇങ്ങനെ ഒരുതരം ഇതുണ്ടാവും അല്ലെ, കറുത്ത പാടുകൾ പോലെ. വെച്ചിലഗോ പാണ്ട് രോഗമാണ്. പാണ്ഡ്യരോഗം, വെച്ചിലൊക്കെ മലയാളത്തിലൊന്ന് വെറുതെ എഴുതി വെച്ചേക്ക്, വേണവര് മാത്രം എഴുതിയാൽ മതി. അതർവൈസ് ഹെയർ ലോസ്, ഹെയർ ഫോൾ ഒക്കെ നിങ്ങൾക്ക് അറിയാം. അൺവാണ്ടഡ് ഹെയർ അറിയാം. മോൾസ്, മറുക് ആ വീടിന്റെ മുകളിലൊന്ന് വെറുതെ ഒന്ന് മെൻഷൻ ചെയ്താൽ മതി. വാട്സ്, അരിമ്പാറ, WARTS, അരിമ്പാറ. ഓക്കെ അല്ലേ? ഇനിയൊന്നുമില്ലല്ലോ. റിംഗ്ലിംഗ് എന്ന് പറഞ്ഞാൽ ചുളിവുകളുള്ളത് കേട്ടാ. റിംഗ്ലിംഗ് സ്കിൻ, ചുളിവുകളുള്ള സ്കിൻ. ഏജിങ് സ്കിൻ എന്ന് പറഞ്ഞാൽ പ്രായം കൊണ്ടുണ്ടാകുന്ന ത്വക്ക്.
പ്രായം കൊണ്ട് ഉണ്ടാകുന്നില്ല, പ്രായം കൂടുമ്പോ ത്വക്കിനുണ്ടാകുന്ന വ്യത്യാസം. അടുത്ത ഡിപ്പാർട്ട്മെന്റ് കൂടി പറയട്ടെ, അതുകൂടി പറയാൻ നമുക്ക് ചിലപ്പോ സമയം കിട്ടുള്ളൂ, ബിക്കോസ് എന്ത് ഇഷ്ടം പോലെ പറയാം. Yes, so the next department is ear, nose, throat, ENT department. അപ്പൊ നമ്മുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇയർ, നോസ്, ത്രോട്ട് ഉണ്ടാകുന്ന പ്രോബ്ലംസിനെ ക്യൂർ ചെയ്യുന്ന അല്ലെങ്കിൽ അവിടെ അതിന് വേണ്ടിയിട്ടുള്ള എയിൽമെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. എയിൽമെന്റ് മീൻസ് ട്രീറ്റ്മെന്റ് ഫോർ ദ നോസ് ആൻഡ് ത്രോട്ട്. ആൻഡ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നത് എ വെൽ ട്രെയിൻഡ്, അതുപോലെ തന്നെ എന്താ പറയാ, ഈ ഒരു കാര്യങ്ങളിൽ ഇയർ, നോസ്, ത്രോട്ട് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നന്നായിട്ട് പഠിച്ച് ട്രെയിനിങ് ഒക്കെ കിട്ടിയ, അതുപോലെ തന്നെ എന്താ പറയാ അതിനകത്ത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആയിരിക്കും ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇയേഴ്സ്, നോസ്, ത്രോട്ടുമായിട്ട് ബന്ധപ്പെട്ടത്. ആൻഡ് ഓൾസോ ദ സ്ട്രക്ചേഴ്സ് ഓഫ് ഹെഡ് ആൻഡ് നെക്ക്. ചില ആളുകളിലൊക്കെ ഈ ഹെഡും നെക്കും, നമുക്കറിയാം ഈ നെക്കാണ് നമ്മുടെ ഹെഡിനെ ഇവിടെ ഇങ്ങനെ താങ്ങി നിർത്തുന്നത്. ചിലപ്പോഴൊക്കെ ചില ആളുകളുടെ ആ നെക്കിന്റെ സ്ട്രക്ചർ ഒക്കെ മാറും. ചിലപ്പോൾ ജന്മന തന്നെ ഇങ്ങനെ ഒരു വശത്തേക്കൊക്കെ തിരിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറച്ച് വലുതായാലും നമുക്കത് മനസ്സിലാകുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയാ ട്രീറ്റ് ചെയ്യുന്നതും ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ തന്നെയാണ്. ഇതിനകത്ത് നമ്മളുടെ ഇതിന്റെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സർജൻ, ENT സർജൻ അല്ലെങ്കിൽ ENT സ്പെഷ്യലിസ്റ്റ് ഫോർ സർജൻ, സർജറി ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒക്കെ ഇതിനകത്ത് ഡിപ്പാർട്ട്മെന്റ് എന്താ പറയാ ഡോക്ടേഴ്സ് ഉണ്ട്, വിച്ച് ഈസ് നോൺ ആസ് ഓട്ടോലറിംഗോളജിസ്റ്റ്. സർജറീസ് ഒക്കെ നടത്തുന്നത് ENT സർജൻ എന്നോ അല്ലെങ്കിൽ ENT സ്പെഷ്യലിസ്റ്റ് എന്നോ അല്ലെങ്കിൽ ENTയുടെ ഓട്ടോലറിംഗോളജിസ്റ്റ്. സർജറി ഒക്കെ നമുക്കറിയാം, മൂക്ക് സംബന്ധമായുള്ള പ്രശ്നങ്ങൾ, ചിലപ്പോൾ മൂക്കിൽ ദശ വളരുന്നതാകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ആകാം. അതുപോലെ നമ്മുടെ ചെവിക്കുണ്ടാകുന്ന പലതരത്തിലുള്ള രോഗങ്ങൾ, ചിലപ്പോൾ ഓപ്പറേഷൻസ് ഒക്കെ വേണ്ടി വരും. അപ്പൊ ഓട്ടോലറിംഗോളജിസ്റ്റ് ആണ് അതെല്ലാം പെർഫോം ചെയ്യുന്നത്. ഇനി നമ്മൾ പറഞ്ഞു ഇയർ, നോസ്, ത്രോട്ട് എന്ന് പറയുമ്പോൾ ഈ നമ്മുടെ ഫിസിക്കലി നമുക്ക് പുറത്തു കൂടി കാണാൻ പറ്റുന്ന മൂക്ക് മാത്രമല്ല, നേസൽ പാസേജ്, അതായത് മൂക്കിലൂടെ നമ്മളിങ്ങനെ ഇൻഹേൽ ചെയ്യുമ്പോൾ അതിങ്ങനെ പാസ് ചെയ്ത് നമ്മുടെ ലങ്സിലേക്ക് എത്തണം അല്ലെ. അപ്പൊ അത് പാസ് ചെയ്ത് പോകുന്ന ഒരു വഴി ഉണ്ടല്ലോ, അതാണ് നേസൽ പാസേജസ്. പിന്നെ മാത്രമല്ല സൈനസസ്, ലാരിങ്സ് എന്ന് വെച്ചാൽ നമ്മുടെ വോയിസ് ബോക്സ് ആണ്. ഞാനിപ്പോ ചുണ്ടനക്കിയാൽ നിങ്ങൾക്ക് കേൾക്കണം എന്ന് നിർബന്ധമില്ല. വെറുതെ ഇങ്ങനെ ചുണ്ടിട്ട് ഇങ്ങനെ അരയ്ക്കാൻ കേൾക്കോ? ഇല്ല. അതിൽ നിന്നൊരു വോയിസ്, ഒരു സൗണ്ട് ഇങ്ങോട്ട് പുറത്തേക്ക് വരണം. ആ സൗണ്ട് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബോക്സ് നമ്മുടെ ഇൻസൈഡ് അവർ ത്രോട്ട് നമ്മുടെ ഇതിനകത്തുണ്ട്. അതാണ് വോയിസ് ബോക്സ്. അതിന് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് സൈനസിസ്, ലാരിങ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓറൽ ക്യാവിറ്റി, നമ്മുടെ വായ്ക്കകത്തുള്ളത്, മൗത്തിനകത്തുള്ള ഓറൽ ക്യാവിറ്റി, കോഡുകള്, അതുപോലെ ത്രോട്ട് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങള്, പിന്നെ നെക്ക്, അതുപോലെ ഫേസ്, നമ്മുടെ മുഖവും അതുപോലെ തന്നെ നമ്മുടെ നെക്ക് സംബന്ധമായിട്ടുള്ള സ്ട്രക്ചറൽ ഡിഫറൻസസ്, അതിന്റെ സ്ട്രക്ചറിലൊക്കെ എന്തെങ്കിലും വ്യതിയാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓൾ ദീസ് തിങ്സ് ആർ ട്രീറ്റഡ് ഇൻ ദിസ് ENT ഡിപ്പാർട്ട്മെന്റ്. ഇതെല്ലാം തന്നെ ഈ ഒരു ENT ഡിപ്പാർട്ട്മെന്റിൽ അതിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. സർജറീസും ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇറ്റ് ഇൻക്ലൂഡ്സ് എ വൈഡ് വെറൈറ്റീസ് ഓഫ് എയിൽമെന്റ്. മാത്രമല്ല ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഇനിയും ഒട്ടനേകം സേവനങ്ങൾ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലെറ്റ്സ് സീ വിച്ച് ആർ ദേ. ഏതൊക്കെയാണ് നമുക്ക് ഇവിടെ താഴെ ബുള്ളറ്റ് ഇട്ട് ഓരോന്ന് തന്നിട്ടുണ്ട്. ഒന്ന്, ജനറൽ ഇയർ, നോസ്, ത്രോട്ട് ഡിസീസസ്. സ്വാഭാവികമായിട്ടും സാധാരണയായിട്ടും മനുഷ്യന്മാർക്ക് ഉണ്ടാകുന്ന ചെവി, മൂക്ക്, ത്രോട്ട് സംബന്ധമായിട്ട് പല രോഗങ്ങള്. ഇപ്പൊ എന്താ പറയാ, ചെവി വേദന, അല്ലെങ്കിൽ ചെവി അടഞ്ഞു പോയിട്ട് എന്തെങ്കിലും കേൾവി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ, കേൾവി കുറവൊക്കെ മനുഷ്യന്മാർക്ക് ഉണ്ടാകും, അതൊക്കെ പ്രായമൊക്കെ ആയി കഴിയുമ്പോൾ. പക്ഷെ അതല്ലാതെയും ചിലപ്പോൾ ചില വേറെ ഏതെങ്കിലും ഇൻഫെക്ഷൻസ് കൊണ്ടും ചെവിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ തോന്നും, ശരിയായി കേൾക്കുന്നില്ല, അത്തരം കാര്യങ്ങളൊക്കെ. നെക്ക് ലംസ്, അതായത് നമ്മുടെ ഇവിടുത്തെ നെക്കിനകത്തുണ്ടാകുന്ന ഒരു വള്ളിയുണ്ട്, ലിംഫ് പറയുന്നത്. അതെ, അത് ചിലപ്പോ ചില സമയത്ത് ഇങ്ങനെ എൻലാർജ് ചെയ്ത് വരും. ചില ആൾക്കാർക്ക് ഇങ്ങനെ ബൾജ് ചെയ്ത് ഇങ്ങനെ വരും. സോ ഇറ്റ് മേ ബി സംടൈംസ് ഡ്യൂ ടു സം ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ്. ഏതെങ്കിലും തരത്തിലുള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൊണ്ടൊക്കെ ഇതുണ്ടാകും. ഇങ്ങനെ ഈ തൊണ്ടയുടെ ഇവിടെയുള്ള ഇതിനുള്ളിലുള്ള പരവണി ഒക്കെ പറയും അതിന് മലയാളത്തിൽ. അത് ഇങ്ങനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് തടിച്ചു വരിക ഉള്ളിന്നേ. അതിങ്ങനെ ബൾജ് ചെയ്തിരിക്കും, പുറത്തുമേ കൂടെയൊക്കെ ചിലപ്പോൾ വിസിബിൾ ആയിരിക്കും. അത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് കൊണ്ടാകാം, എന്തെങ്കിലും ഡിസീസസ് കൊണ്ടാകാം. സംടൈംസ് ഇറ്റ് മേ ബി ഓൾസോ ക്യാൻസർ സംബന്ധമായിട്ടുള്ള ചില സിംറ്റം ആകാം.
അപ്പൊ ഇതിന്റെയൊക്കെ ഫലമായിട്ട് ഈ ലിംഫ് ഇങ്ങനെ അങ്ങോട്ട് തളിച്ചിരിക്കുക, എൻലാർജ് ചെയ്തിരിക്കുക. ആ ഒരു ഇതാണ് നെക്ക് ലംബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കുരക്കിന്റെ അവിടെ ഇങ്ങനെ നീർക്കെട്ട് പോലെയൊക്കെ കാണാൻ സാധിക്കും. അപ്പൊ അത് പിന്നെ കൂടാതെ ക്യാൻസേഴ്സ് ഇൻ ദ പാർട്ട് ഓഫ് നെക്ക് ആൻഡ് ഹെഡ് ഏരിയ, നമ്മുടെ തലയുടെയും കഴുത്തിന്റെയും ഭാഗത്തുണ്ടാകുന്ന പലതരത്തിലുള്ള ക്യാൻസേഴ്സ്, ആ ക്യാൻസേഴ്സും ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ആ പോയിന്റ് 2 പ്രാവശ്യം അവിടെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നിങ്ങളുടെ നോട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെ നമ്മൾ പ്രസന്റ് ചെയ്തിരിക്കുന്നതിൽ 2 പ്രാവശ്യം ഉണ്ട്. എന്തെങ്കിലും ഉദാഹരണമുള്ളൂ, 2 ചിലപ്പോ ടൈപ്പിംഗിൽ വന്ന മിസ്റ്റേക്ക് ആവാം. ഉണ്ടോ അങ്ങനെ 2 നിങ്ങളുണ്ടാ? 2 ഒന്ന് തന്നെയാ എന്നാ പറഞ്ഞത്, മനസ്സിലായോ? ടീച്ചറെ ഇവിടെ 2 കാണുന്നുണ്ടല്ലോ. നിങ്ങളുടെ ഇല്ല? ചിലരുടെ ഇല്ല, ചിലരുടെ ഉണ്ട്. whatever it may be, ഒരെണ്ണുള്ളൂ, ഒറ്റ പ്രാവശ്യമുള്ളൂ ക്യാൻസേഴ്സ് അറ്റ് ദ പാർട്ട് ഓഫ് നെക്ക് ആൻഡ് ഹെഡ് ഏരിയ കേട്ടോ. അതറിയാം. പിന്നെ എന്താണെന്നറിയോ, അടുത്തൊരു ട്രീറ്റ്മെന്റ് ആണ് ടിയർ ഡക്ട് പ്രോബ്ലം. ഹാവ് യു എനിബഡി ഹേർഡ് അബൌട്ട് ദിസ്? ഇങ്ങനെ ഒരു സാധനത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ടിയർ ഡക്ട് പ്രോബ്ലം കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? കേട്ടിട്ടില്ല? നോബഡി? മിസ്റ്റർ നോബഡി ആണ്. ഓക്കെ, സോ ഞാൻ തന്നെ പറയാം. ടിയർ കേട്ടിട്ടുണ്ട്. ആൻമരി കേട്ടിട്ടുണ്ടല്ലോ. ആൻമരി കേട്ടിട്ടുണ്ടല്ലോ. ആൻമരിക്ക് പറയാമോ? ആൻമരിയ എന്താന്ന് പറയാമോ? ടിയർ ഡക്ട് പ്രോബ്ലം സൗണ്ട് ഒന്ന് ആക്കട്ടെ, ജസ്റ്റ് പറയൂ. കണ്ണിന് വെള്ളം വരുന്ന ആ ഭാഗം, കണ്ണിൽ നിന്ന് വെള്ളം വരുന്നു. ഗ്രന്ഥിയുടെ എന്തെങ്കിലും പ്രോബ്ലം ആണോ? അതെ, ശരിയാണ്. ഓക്കെ, അതെ, അതിന്റെ ഒരു ഷോർട്ട് ആയിട്ടുള്ള ഒരു ഒറ്റ ഫ്രേസിൽ ആള് കാര്യം പറഞ്ഞു. വെരി ഗുഡ്. ഇടയ്ക്ക് നിങ്ങളുടെ ഒന്ന് സൗണ്ട് കേൾക്കാനും എന്റെ സൗണ്ടിനെ ഒന്ന് കുറച്ചൊന്ന് ബ്രേക്ക് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ചോദിച്ചത്. വേറെ ഒന്നും വിചാരിക്കരുത്, നല്ല ചുമയുണ്ട്. ഓക്കെ, അപ്പൊ ടിയർ ഡക്ട് പ്രോബ്ലം എന്ന് പറയുന്നത് അതായത് കണ്ണുനീർ. അതായത് നമുക്കറിയാം നമ്മളുടെ കണ്ണിന്റെ ഒരു എന്താ പറയാ കണ്ണ് പല രീതിയിലും അതിന്റെ ഇത് പ്രകടമാക്കും. കണ്ണിനുണ്ടാകുന്ന പല അസ്വസ്ഥതകളും പ്രകടമാകുന്നത് കണ്ണുനീരായിട്ടാണ്. പുക കൊള്ളുമ്പോ, കഴച്ചില് വരുമ്പോ കണ്ണുനീര് വരും, സ്വാഭാവികമാണ് അല്ലെ? പക്ഷേ there are some persons those who cannot shed tears. ഈ പറയുന്ന കണ്ണുനീര് പുറത്തേക്ക് വരാത്ത, അത് പുറത്തേക്ക് കണ്ണുനീര് ഇങ്ങനെ ചാടാത്ത ചില ആളുകളുണ്ട്. സോ കരയാത്തത് കൊണ്ടാണ്, അത് എന്താ പറയാ മനുഷ്യലിവില്ലാത്തതാണ് എന്നൊന്നും വിചാരിക്കണ്ട. ചില ആളുകളിലുണ്ടാകുന്ന ചില പ്രശ്നമാണ്. അതായത് നമ്മളുടെ ഈ കണ്ണുനീര് പുറത്തേക്ക് പോരുന്നതിന് എന്താ പറയാ തടസ്സമായി എന്തൊക്കെയോ അതിന്റെ ആ ഒരു ഇതിനകത്ത് ഇരിക്കുന്നു. ആ പുറത്തേക്ക് കണ്ണുനീർ ചാടുന്ന സ്ഥലം, ആ ടിയർ ഡക്ട്, ആ സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ വന്ന് അടിഞ്ഞു കൂടിയിട്ട് കണ്ണുനീര് പുറത്തേക്ക് വരാത്ത ഒരു സിറ്റുവേഷൻ, ആ ഒരു കണ്ടീഷൻ. അപ്പൊ അത് വേണമെങ്കിൽ മാറ്റി കൊടുക്കുന്നത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ തന്നെയാണ്. അതൊരു പ്രോബ്ലൈക്ക് ഒരു ചെറിയ ഒരു ഇതുപോലത്തെ പ്രോബ് പോലത്തെ സാധനം ഇൻസേർട്ട് ചെയ്തിട്ട് അതിനകത്ത് എന്താ പറയാ മരുന്ന് സ്റ്റെറിലൈസ്ഡ് ഇതായിട്ട് മരുന്നൊക്കെ അത് എന്താ പറയാ കയറ്റി, അത് നമ്മുടെ ഈ ഒരു ഡക്റ്റിൽ കൂടി ആ ഒരു ദ്വാരത്തിൽ കൂടി കയറ്റിയിട്ട് അത് പുഷ് ചെയ്ത് ആ ഒരു ഹിൻഡ്രൻസ്, ആ തടസ്സങ്ങളൊക്കെ ഒഴിവാക്കി കൊടുക്കുന്നു. അതൊക്കെ ചെയ്തു കൊടുക്കുന്നത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ തന്നെയാണ്. അപ്പൊ ടിയർ ഡക്ട് പ്രോബ്ലം ഇഫ് എനിബഡി ഹാവ്, അപ്പൊ നമുക്ക് ENT ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്ത് പറയുന്നത് രീതിയിൽ അതിന്റെ എന്താ പറയാ ട്രീറ്റ്മെന്റുകൾ എടുക്കുന്നത് നല്ലതായിരിക്കും. നമ്മള് കരയണമെന്നുണ്ട്, എന്റെ കണ്ണിൽ നിന്ന് അത്ര വെള്ളം വരുന്നില്ല, അല്ലെങ്കിൽ ഞാൻ എന്താ പറയാ ഉള്ളി അരിയുന്നു പക്ഷെ എനിക്ക് കണ്ണുനീര് വരുന്നില്ല. കുറെ ആൾക്കാരൊക്കെ കണ്ണ് കരഞ്ഞ് വെള്ളം ആകെ കടലുള്ളിയാക്കുന്നു, അതേസമയം എനിക്ക് ഒരു തുള്ളി പോലും കണ്ണുനീര് വരുന്നില്ല പുക തട്ടുമ്പോ. അങ്ങനെയൊക്കെ നമ്മുടെ കണ്ണിന്റെ ഒരു റിയാക്ഷൻ ആണ് ഈ കണ്ണീന്ന് വെള്ളം വരിക എന്നുള്ളത്. കൈ വിരല് കണ്ണിൽ കൊള്ളുക, എന്തെങ്കിലും പൊടി കണ്ണിൽ പോകുമ്പോ കണ്ണീന്ന് വെള്ളം ചാടും. പക്ഷെ ചില ആളുകൾ ഒട്ടും ഇത് പുറത്തേക്ക് വരുന്നില്ല. സോ അതൊരു വലിയ പ്രോബ്ലം തന്നെയാണ്, മനസ്സിലായത്. ഇങ്ങനെ അടഞ്ഞിരിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ അത്തരം ട്രീറ്റ്മെന്റുകളും ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ ബാലൻസിങ്, നിങ്ങൾക്ക് മനസ്സിലായോ കാര്യം എന്താന്ന്? ഇനി ആരും പറയരുത് ടിയർ ഡക്ട് പ്രോബ്ലം എന്താന്ന് കേട്ടിട്ടില്ല എന്ന് ആരും പറയരുത് കേട്ടോ. ഓക്കെ, ദെൻ ബാലൻസിങ് ആൻഡ് ഹിയറിംഗ് ഡിസോർഡേഴ്സ്. നമ്മുടെ ഇയർ ബാലൻസ് പ്രോബ്ലം ഇതൊരു കോമൺ ഇഷ്യൂ ആയിട്ട് മാറിക്കഴിഞ്ഞു. ഇയർ ബാലൻസ് പ്രോബ്ലം കൊച്ചുകുട്ടികളിൽ വരെ ഇന്ന് കാണുന്നുണ്ട്. പണ്ടൊക്കെ ഇച്ചിരി പ്രായമുള്ളവർക്കായിരിക്കും ഈ ഇയർ ബാലൻസിന്റെ പ്രശ്നം ഉണ്ടാകുക. ഒരു ഫ്ലൂയിഡ് ഉണ്ട് നമ്മുടെ ചെവിയിൽ. അപ്പൊ അതിന്റെ ബാലൻസിങ് പ്രോപ്പർ അല്ലാത്തത് കൊണ്ട് ഇംബാലൻസ്ഡ് ആകും. ആ ഫ്ലൂയിഡ് ഇങ്ങനെ ഷേക്ക് ചെയ്യും. അതുകൊണ്ടാണ് ചില ആളുകളിൽ ഇത് ഉണ്ടാകുക. ചിലപ്പോഴൊക്കെ തല കറങ്ങും, ചിലർക്ക് ഭയങ്കരമായിട്ട് വോമിറ്റിംഗ് ടെൻഡൻസി വരും, ചിലർക്ക് ഭയങ്കര തലവേദന, കിടന്നിടത്തുനിന്ന് തല ഇങ്ങനെ കുക്കി എഴുന്നേറ്റിരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. അപ്പൊ അങ്ങനെയുള്ള പ്രോബ്ലംസ്
പിന്നെ ഹിയറിംഗ് ഡിസോർഡേഴ്സ്, കേൾവി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഓൾസോ ട്രീറ്റഡ് ഇൻ ദിസ് ഡിപ്പാർട്ട്മെന്റ്. നെക്സ്റ്റ് വൺ സ്നോറിംഗ് ആണ്. ഇതെന്താ, ഇത് ഇത്ര വലിയ പ്രശ്നമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല. അനി പ്രശ്നം മറ്റുള്ളവർക്കാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ. സ്നോറിംഗ് എന്താ, കുറുക്കം വലി. ഇത് വലിക്കുന്നവർക്കല്ല പ്രശ്നം, അത് കേൾക്കുന്നവർക്കാണ് പ്രശ്നം അല്ലെ. കുറുക്കം വലി ചിലർക്കത് എന്താ പറയാ യൂസ്ഡ് ടു ആയി കഴിഞ്ഞു. അതൊരു താരാട്ട് പോലെ ഇങ്ങനെ കേട്ടോണ്ട് നടക്കാനും ഒരു ഇഷ്ടം ഉണ്ടായിരിക്കും. കാരണം എന്താ പറയാ ഇതൊരു ചില ആളുകളിൽ ഉണ്ടാകുന്ന രീതിയാണ്. ഇത് ഉറക്കത്തിൽ നമ്മളിങ്ങനെ അറിയാതെ, നമ്മൾ പോലും അറിയുന്നില്ല കുറുക്കം വെച്ചെന്ന് പറഞ്ഞു കഴിയുമ്പോ പിന്നെ ഞാൻ ഒന്ന് ചോദിക്കും അല്ലെ. അതൊക്കെ നമ്മൾ അറിയാതെ വരുന്ന ഒരു ഇതാണ്, നമ്മുടെ ബോഡിയിൽ നിന്നും പ്രകടമാകുന്ന ചില കാര്യങ്ങളാണ്. അപ്പൊ സ്നോറിംഗ് പ്രോബ്ലംസ് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ യു ക്യാൻ കൺസൾട്ട് ENT ഡോക്ടേഴ്സ്. ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്താൽ മതി. അപ്പൊ കൂർക്കം വലി പ്രശ്നങ്ങള്, ENT അലർജി പ്രോബ്ലംസ്, പൊടിയും മറ്റൊക്കെ തട്ടിയിട്ട് നമുക്ക് എന്താ പറയാ മൂക്കിനും അതുപോലെ തന്നെ കണ്ണിനും ഒക്കെ ഒരുപാട് ചെവിക്കൊക്കെ പൊടിയൊക്കെ അടിക്കുമ്പോൾ ചില അലർജി പ്രോബ്ലംസ് ഒക്കെ ചിലർക്ക് ഉണ്ടാവാറുണ്ട്. will be treated in this department. Then salivary gland diseases, saliva produce ചെയ്യുന്ന ഉമിനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികൾക്ക്, ഉമിനീർ ഗ്രന്ഥികൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങള് അതും ENT-യിലാണ് എന്താ പറയാ ട്രീറ്റ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ വോയിസ് ഡിസോർഡർ, സൗണ്ടിന് ഉണ്ടാകുന്ന ഡിസോർഡറുകൾ. നമ്മള് എന്താ പറയാ സംസാരിക്കുമ്പോൾ സൗണ്ടിൽ വേരിയേഷൻസ് വരിക. ചില കുട്ടികളൊക്കെ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ നമ്മൾ വലിയ കാര്യമായിട്ട് ശ്രദ്ധിക്കില്ല. കുറച്ചുകൂടി വളർന്നു വരുമ്പോൾ സൗണ്ട് എന്തായാലും എല്ലാവരുടെയും മാറ്റങ്ങൾ വരും അല്ലെ. ആ വോയിസ് ഓർഡറുകളൊക്കെ മാറും. അപ്പൊ അത് കൃത്യമായിട്ടൊക്കെ ആൺകുട്ടികളുടെ സൗണ്ട് ചെറുതായിരിക്കുമ്പോൾ കുഞ്ഞ് സൗണ്ട് ആയതുകൊണ്ട് പെൺകുട്ടികളുടെ ഒരു സിമിലാരിറ്റി തോന്നും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ മാറും. പക്ഷെ ചില കുട്ടികൾ അത് മാറുന്നില്ല. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അതുപോലെ തന്നെ അല്ലാതെ നമുക്കുണ്ടാകുന്ന വോയിസ് ഡിസോർഡേഴ്സ് ഒക്കെ can be treated in this department. ഇതെല്ലാം ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് നമുക്ക് ട്രീറ്റ് ചെയ്യാവുന്നതാണ്. ക്ലിയർ ആയോ, മനസ്സിലായോ? ഡിപ്പാർട്ട്മെന്റ് ഇയർ നോസ് ത്രോട്ട് ഡിപ്പാർട്ട്മെന്റ് ക്ലിയർ ആണല്ലോ. അപ്പൊ നമുക്കൊന്ന് അണ്ടർലൈൻ ചെയ്യാം ആദ്യം തന്നെ. As the name indicates, this department deals with the ailments concerned with ear, nose and throat. First sentence underline ചെയ്യാം. സെക്കൻഡ് സെന്റൻസും അണ്ടർലൈൻ ചെയ്യണം. ഓട്ടോലാറിംഗോളജിസ്റ്റ് വരെ ഏകദേശം എല്ലാം അണ്ടർലൈൻ ചെയ്യാനുള്ളതാണ്. പിന്നെ കുത്തിട്ടേക്കണ പോയിന്റുകളും ഉണ്ട് കേട്ടോ. എന്തിനൊക്കെയാണ്, ഏതൊക്കെ പാർട്സ് ആണ് ENT-യില് സ്പെഷ്യലൈസ് ചെയ്ത് ചികിത്സിക്കുന്നത്? നോസ്, നേസൽ പാസേജ്, സൈനസസ്, ലാരിങ്സ്, വോയിസ് ബോക്സ്, അതുപോലെ തന്നെ ഓറൽ ക്യാവിറ്റി, മൗത്ത്, ത്രോട്ട്. പിന്നെ നമ്മുടെ നെക്ക്, ഫേസിന്റെ ഒക്കെ സ്ട്രക്ചേഴ്സും. പിന്നെ ആ ബുള്ളറ്റ് ഇട്ടിരിക്കുന്ന എല്ലാനും അതുണ്ട് കേട്ടോ. ഇതിൽ താഴെ പറയുന്നത് ENT ഡിപ്പാർട്ട്മെന്റ് ട്രീറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് വായിച്ചു നോക്കാമോ ആ ഒരു ഡിപ്പാർട്ട്മെന്റ്? ക്ലിയർ ആണല്ലോ, മനസ്സിലായില്ലേ? നമ്മൾ ഇന്ന് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റാ പഠിച്ചത്? ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റാ പഠിച്ചത് ഇന്ന്? ഡിപ്പാർട്ട്മെന്റ് നമ്മൾ പറയുന്നില്ല, അത് പറഞ്ഞാലും തീരില്ല. അഗൈൻ ഞാൻ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് പഠിച്ചു? കാർഡിയോളജി, കാർഡിയോളജി, അനസ്തേഷ്യോളജി,
ഡെർമറ്റോളജി, ENT അല്ലെ? 5 ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മളിത് പറഞ്ഞ. കാർഡിയോളജി കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്തു. ലാസ്റ്റ് ക്ലാസ്സിന്റെ അവസാന ഭാഗം പറഞ്ഞതാണ്, അതുകൊണ്ടാണ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തു ഒന്നുകൂടി പറഞ്ഞത്. അപ്പൊ നമ്മൾ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഈ ഡിപ്പാർട്ട്മെന്റുകളായതുകൊണ്ട് അതിനകത്ത് അത്യാവശ്യം വേണ്ട കാര്യം മാത്രമേ ഇവര് നമുക്ക് വേണ്ടി പറഞ്ഞു തന്നിട്ടുള്ളൂ, ഈ നോട്ടിൽ തന്നിട്ടുള്ളൂ. ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്തൊന്നും കാര്യങ്ങൾ വിശദീകരിച്ചിട്ടില്ല. ഇത് ഓരോ ഡിപ്പാർട്ട്മെന്റ്സിനെ കുറിച്ച് ഈ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആയിട്ടാണ് നമുക്ക് ഇവിടെ മെൻഷൻ ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ചില ഡിപ്പാർട്ട്മെന്റ്സിൽ ഞാൻ അണ്ടർലൈൻ ചെയ്യാതിരുന്നത്, എന്നാൽ ചിലതിൽ മാത്രം നമ്മൾ അണ്ടർലൈൻ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഓർക്കുക, അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ ഓർത്തിരിക്കാനുണ്ട്. അപ്പൊ നിങ്ങൾ അതുകൊണ്ട് അത് അണ്ടർലൈൻ ചെയ്തിട്ടില്ല എന്ന് വെച്ച് പഠിക്കേണ്ടെന്നല്ല, അത് മുഴുവനും പഠിക്കാനുള്ളതാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ കണ്ടിന്യൂ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു. ബൈ. Sorry for the disturbances. Sorry.